ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തോട് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെ വേണം. നിങ്ങളുടെ പ്രതിഭകളെ ഞങ്ങളുടെ കമ്പനികളുമായി ബന്ധിപ്പിക്കണം. നിങ്ങളുടെ കഴിവുകൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് അവസരങ്ങൾ നൽകണം. ഇതൊരു സിനിമ ഡയലോഗോ സിനിമ കഥയോ ഒന്നുമല്ല. ഇത് ഇറ്റലിയിൽ ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ഒരു യഥാർത്ഥ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഈ പദ്ധതിയുടെ പേരാണ് ഇറ്റലി കോൾസ് ഇന്ത്യ, എ യൂണിവേഴ്സിറ്റി എൻ്റർപ്രൈസസ് ടാലൻറ്റ് ബ്രിഡ്ജ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വാട്സപ്പിലൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇറ്റലിയിൽ ഇന്ത്യക്കാരെ നേരിട്ട് ജോലിക്ക് വിളിക്കുന്നു. വേറെ ചിലർ പറയുന്നു എല്ലാവർക്കും ഇറ്റലിയിലേക്ക് ഇനി പോകാം. ഇനി മറ്റു ചിലർ പറയുന്നു ഇതൊരു PR സ്റ്റാൻഡ് മാത്രമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഓൾ, ഞാൻ അഖില ടിബിൻ. ഇറ്റലിയിലെ റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അറിയുന്നതിനായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നേക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ICI എന്താണെന്ന്, ആർക്കാണ് ഇതുള്ളതെന്നും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും, എന്തൊക്കെയാണ് ഇതിൻ്റെ തെറ്റിദ്ധാരണകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എല്ലാം നമുക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പം നമുക്ക് ആദ്യം അറിയാം ICI. ആദ്യം ഈ പേരിൻ്റെ അർത്ഥം തന്നെ നോക്കാം. ഇറ്റലി കോൾസ് ഇന്ത്യ, എ യൂണിവേഴ്സിറ്റി എൻ്റർപ്രൈസ് ടാലൻറ്റ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഇവിടെ 3 പ്രധാന വാക്കുകളുണ്ട്: യൂണിവേഴ്സിറ്റി, എൻ്റർപ്രൈസ്, ടാലൻറ്റ് ബ്രിഡ്ജ്. സർവകലാശാല, കമ്പനികൾ, വ്യവസായങ്ങൾ. ഇനി ടാലൻറ്റ് ബ്രിഡ്ജ് എന്നത് വിദ്യാർത്ഥികളെയും കമ്പനികളെയും ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം. അതാണ് ഈ ഒരു പദ്ധതിയുടെ ആശയവും. ഇനി നോക്കാം എന്തുകൊണ്ടാണ് ഇറ്റലി ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചതെന്ന്. ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആദ്യം യൂറോപ്പിനെ കുറിച്ച് ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും വലിയൊരു പ്രശ്നം തന്നെ നേരിടുന്നുണ്ട്. അതാണ് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കുറവ്. എൻജിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IT, ഹെൽത്ത് കെയർ, റിസർച്ച്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ്, ഡാറ്റ സയൻസ്, ഓട്ടോമേഷൻ, ഇത്തരത്തിലുള്ള മേഖലകളിൽ നിരവധി ഒഴിവുകളാണ് ഇന്നുള്ളത്. പക്ഷെ അതിനനുസരിച്ചുള്ള ആളുകളില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ബിരുദം നേടുന്നു. ഇവരിൽ പലർക്കും തന്നെ വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഈ ഒരു വിദ്യാഭ്യാസ വ്യവസായ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ICI അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പലരിലും വരുന്നൊരു സംശയമായിരിക്കും, ഇതൊരു ജോലി പദ്ധതിയാണോ എന്നുള്ളത്. ഇതിനുള്ള ഉത്തരം വ്യക്തമായി ഞാൻ പറയാം, അങ്ങനെയല്ല. ഇത് നേരിട്ട് എല്ലാവർക്കും ജോലി നൽകുന്ന ഒരു പദ്ധതിയല്ല. പക്ഷേ ഇത് വിദ്യാർത്ഥികളെ കമ്പനികളുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ്. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, നിങ്ങൾ ഇറ്റലിയിൽ പഠിക്കുന്നു, നിങ്ങളുടെ പ്രൊഫൈൽ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നു. അത് കമ്പനികൾക്ക് ഇനി കാണാൻ കഴിയും. അവർക്ക് ആവശ്യമായ സ്കില്ലുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് പോലുള്ള അവസരങ്ങൾ നൽകും. പിന്നീട് അതിൽ നിന്ന് ജോലി നേടാനും സാധിക്കും. അതുകൊണ്ട് ICI എന്നത് നേരിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അല്ല, പകരം ഇതൊരു ടാലന്റ് മാച്ചിങ് ഇനീഷ്യേറ്റീവാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി തെറ്റിദ്ധാരണകളാണ് പ്രചരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ വന്നു കാണും. ഇന്ത്യക്കാരെ ഇറ്റലി നേരിട്ട് ജോലിക്ക് വിളിക്കുന്നു, ഇനി ആർക്കും പോകാം, പാസ്പോർട്ട് മാത്രം മതി. ഇവയൊന്നും ഔദ്യോഗികമായി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ICI എന്നത് ഒരവസരം മാത്രമാണ്, ജോലിയുടെ ഉറപ്പല്ല. ഇറ്റലിയിലെ വിദ്യാഭ്യാസവും വ്യവസായവുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള ഒരു സംരംഭം മാത്രമാണിത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ഔദ്യോഗിക വിവരങ്ങൾ കൂടി നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം മുൻപോട്ടിറങ്ങാൻ. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക്
ഈ ഒരു പദ്ധതി ആർക്കു വേണ്ടിയാണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. ICI എന്നത് എല്ലാവർക്കും തുറന്നു തരുന്ന ജോലി റിക്രൂട്ട്മെന്റ് പദ്ധതിയല്ല. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറ്റലിയിലെ കമ്പനികളുമായി ബന്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. അതായത് നിങ്ങൾ ഇതിനകം ഇറ്റലിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി ഇപ്പോൾ വരുന്ന ഒരു പ്രധാന ചോദ്യം, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, എനിക്ക് അപേക്ഷിക്കാമോ? ഇതിനുള്ള ഉത്തരം നമുക്ക് 2 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത്, നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ്, ഇറ്റലിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഇറ്റാലിയൻ സർവകലാശാലയിൽ പ്രവേശനം നേടണം. വിദ്യാർത്ഥി വിസയിൽ ഇറ്റലിയിലെത്തണം. തുടർന്ന് നിങ്ങളുടെ സർവകലാശാല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തേത്, ഞാൻ ഇന്ത്യയിൽ ഇരുന്ന് നേരിട്ട് ICI വഴി ജോലിക്ക് അപേക്ഷിക്കാമോ? നിലവിലെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഈ ഒരു പദ്ധതി അത്തരമൊരു നേരിട്ടുള്ള ജോബ് റിക്രൂട്ട്മെന്റ് സംവിധാനമല്ല. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ വിദ്യാർത്ഥികളാണ് കൂടുതൽ സാധ്യത ഇതിൽ നിന്നുള്ളത്. ICI എന്നുള്ളത് ഒരു പ്രത്യേക കോഴ്സിനോ ഒരു സർവകലാശാലയ്ക്കോ മാത്രമായിട്ട് പരിമിതപ്പെട്ടതല്ല. എന്നിരുന്നാലും ഇറ്റലിയിലെ കമ്പനികൾക്ക് കൂടുതലായി ആവശ്യമായ ചില മേഖലകളുണ്ട്. അവ ഞാൻ ഇവിടെ കൊടുക്കുന്നു, കണ്ടു നോക്കുക. ഈ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസായ ബന്ധം കൂടുതലായി ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നോക്കാം ടാലന്റ് ബ്രിഡ്ജ് എന്നത് എന്താണെന്ന്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയവും ഇത് തന്നെ ആയിരിക്കാം. ടാലന്റ് ബ്രിഡ്ജ് എന്നത് ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് ലളിതമായി പറയുകയാണെങ്കിൽ. ഒരു വശത്ത് വിദ്യാർത്ഥികൾ, മറ്റൊരു വശത്ത് കമ്പനികൾ, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, കഴിവുകൾ, പ്രൊജക്റ്റുകൾ, ഭാഷാ പരിജ്ഞാനം, അനുഭവം എന്നിവ അടിസ്ഥാനമാക്കി കമ്പനികൾക്ക് അനുയോജ്യമായ ആളുകളെ കണ്ടെത്താനാണ് ഇത് സഹായിക്കുക. അപ്പോൾ ഇതുകൊണ്ട് കമ്പനികൾക്ക് എന്ത് പ്രയോജനം? ഇതിൽ നിന്ന് അവരെന്ത് നേടുന്നു? അതുകൂടി ഒന്ന് നോക്കാം. ഒരു കമ്പനി പുതിയ ജീവനക്കാരെ കണ്ടെത്താൻ വലിയ സമയം ചെലവാക്കാറുണ്ട്. ICI പോലെയുള്ള സംവിധാനങ്ങൾ വന്നാൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മികച്ച വിദ്യാർത്ഥികളെ നേരത്തെ തന്നെ കണ്ടെത്താൻ കമ്പനികൾക്ക് കഴിയും. അതിലൂടെ ഇന്റേൺഷിപ്പ്, ഗ്രാജുവേറ്റ് ട്രെയിനിങ്, എൻട്രി ലെവൽ എംപ്ലോയ്മെന്റ് ഇതുപോലെയുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാം. എന്നാൽ ഓരോ വിദ്യാർത്ഥികൾക്കും ജോലി ഉറപ്പാണെന്നല്ല കേട്ടോ ഇതിൻ്റെ അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇന്റേൺഷിപ്പിന് പ്രാധാന്യമേറുന്നത്? ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നേരിട്ട് ജോലി കിട്ടിയാൽ മതി, ഇന്റേൺഷിപ്പ് വേണ്ട. പക്ഷേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇന്റേൺഷിപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം കമ്പനികളുടെ പ്രധാന പഠന രീതി നമുക്ക് മനസ്സിലാക്കാം, ജോലി പരിചയം ലഭിക്കും, നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും, പിന്നീട് അതേ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. ഇനി ഇതിന് ഇംഗ്ലീഷ് മാത്രം മതിയോ? പല ഇറ്റാലിയൻ സർവകലാശാലയിലും ഇംഗ്ലീഷ് പഠിക്കാൻ അവസരമുണ്ട്. എന്നാൽ ജോലി ലഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കമ്പനികളിൽ, ഇറ്റാലിയൻ ഭാഷ അറിയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അതിനാൽ പഠനത്തിനോടൊപ്പം ഇറ്റാലിയൻ ഭാഷയുടെ അടിസ്ഥാന അറിവ് നേടുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങുക. ഇനി ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് കൂടി നമ്മുടെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും. ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിന് അപേക്ഷിക്കുന്നതിന് മുൻപ് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ICI പോലെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തേതാണ് നല്ലൊരു അക്കാദമിക് പ്രകടനം തന്നെ ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ CV, പ്രൊജക്ട് പോർട്ട്ഫോളിയോ, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അടിസ്ഥാന ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം ഇവ നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലോ, സാധാരണ വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ചില തെറ്റുകളുണ്ട്.
ഇത് ഒഴിവാക്കുന്നതാണ് വളരെ പ്രധാനം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് വ്യാജ ഏജന്റുമാരെ വിശ്വസിക്കൽ. ഇനി നിങ്ങൾക്ക് എത്ര ഉറപ്പുള്ള ഏജന്റ് ആണെങ്കിലും ഔദ്യോഗിക വിവരങ്ങളൊന്നും പരിശോധിക്കാതെ ആർക്കും നിങ്ങൾ പണം കൈമാറരുത്. പിന്നെയുള്ളതാണ് 100% ജോലി ഗ്യാരണ്ടി എന്നുള്ളൊരു വാക്ക്. ഈ ഒരു പരസ്യത്തിൽ വിശ്വസിക്കരുത്. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഭാഷ പഠിക്കൽ. ഭാഷ പഠിക്കാതെ ജോലി കിട്ടുമെന്ന് കരുതരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക തന്നെയാണ് ഇതിൽ പ്രധാനം. ഇനിയിപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു പ്രോഗ്രാം ICI എന്നു മുതലാണ് ആരംഭിക്കുക എന്നത്. ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം 2026 മെയ് 20 ഇന്ത്യയിലും ഇറ്റലിയിലും ചേർന്ന് നടത്തിയത്. അതിനുശേഷം ഈ കഴിഞ്ഞ ജൂൺ 25 ICI പോർട്ടലിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസം മുതൽ ഇറ്റലിയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്ത് അവരുടെ പ്രൊഫൈൽ സമർപ്പിക്കാനും ഇറ്റാലിയൻ കമ്പനികളിലെ കരിയർ അവസരങ്ങൾ അന്വേഷിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 25 മുതൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു വയ്ക്കുകയാണ്, ഈ ICI പ്രോഗ്രാം എന്നുള്ളത് ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയല്ല, മറിച്ച് ഇറ്റലിയിലെ സർവകലാശാലയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഇറ്റാലിയൻ കമ്പനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും യോഗ്യതകളും കമ്പനികളുടെ മുന്നിലെത്തിക്കാനും ഇന്റേൺഷിപ്പ് മുതലായിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്നിവ കണ്ടെത്താനും കൂടുതലായിട്ട് സാധ്യത ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ ഇറ്റലിയിൽ പഠിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സമയം ഒട്ടും കളയാതെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ പ്രൊഫൈൽ പൂർണ്ണമായും തയ്യാറാക്കി വെക്കുന്നതിനും ഭാവിയിലെ നിങ്ങളുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ, അരിവിതേർച്ചി.